നിയമത്തെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. അവിടെ കഴിഞ്ഞ വർഷം നമ്മൾ ശിവൻകുട്ടി മിനിസ്റ്റർക്ക് വോട്ട് ചെയ്തിരുന്നു. കാരണം അവിടെ തൊട്ടടുത്ത് അദ്ദേഹമാണ് വരുന്നത്. ആ നിലപാട് ഇപ്രാവശ്യം അങ്ങനെ തന്നെ തുടർന്നിട്ടുള്ളത്. കേരളത്തിൽ സർക്കാരിൻ്റെ നില എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ സർക്കാരിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെ വിമർശന വിധേയമായിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വിമർശിച്ച ആളുകൾ തന്നെയാണ്. ചില കാര്യങ്ങൾ അതേസമയം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ ക്ഷേമ പെൻഷനുകൾ, അങ്ങനെയുള്ള കുറേ ഡെവലപ്മെൻറ്റ്സിലൊക്കെ അവർ നമുക്ക് അത്ര വിമർശന വിധേയമായിട്ടില്ല. പക്ഷേ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഏറ്റവും വിമർശന വിധേയമായത്. അതിലൊക്കെ ഞങ്ങൾ കൃത്യമായി സമരം ചെയ്ത പാർട്ടിയാണ്. മറ്റൊന്ന് ഈ പറഞ്ഞു കേട്ടത് LDFിൻ്റെ ഘടകകക്ഷിയാവാനൊക്കെ സാധ്യത SDPIയെ സംബന്ധിച്ചുണ്ട് എന്നാണ്. ഇല്ല, കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യതയിൽ അത് അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഒരു ഡിസ്കഷൻ നടക്കണ്ടേ. പക്ഷെ മറ്റിടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബംഗാളിൽ നമ്മൾ ഒന്നിച്ച് മത്സരിക്കുന്നുണ്ട്, ഒന്നിച്ച് പ്രകടനം നടത്തുന്നുണ്ട്, ഒന്നിച്ച് വോട്ട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, ഒക്കെ ബംഗാളിൽ സംഭവിക്കുന്നുണ്ട്. ആ സ്റ്റേറ്റിലൊരു ഒരു സാഹചര്യമാണ്. അത് കേരളത്തിലേക്ക് വന്നിട്ടില്ല. വരാൻ നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുള്ളത് അത്തരം ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അതൊന്നും അങ്ങനെയൊന്നും ആരും ഒരു നിരീക്ഷകരും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നിരീക്ഷണങ്ങളും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ നിരീക്ഷണങ്ങൾ എന്തായാലും അപ്പോൾ കേരളത്തിൽ UDF തരംഗമില്ല അല്ലേ? UDF തരംഗമില്ല. വീണ്ടും ഇടതുപക്ഷ സർക്കാരിനാണ് സാധ്യത. അല്ല, അങ്ങനല്ല പറഞ്ഞത്. സർക്കാർ ഈ വോട്ട് പെട്ടിലായി കിടക്കല്ലേ. ഇപ്പോൾ നമ്മളൊരു വിലയിരുത്തൽ നക്കാനൊക്കെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആർക്കെന്ന് പറയാൻ കഴിയില്ലല്ലോ. തരംഗമുണ്ടായില്ല എന്നതുകൊണ്ട് UDF ജയിച്ചുകൂടായില്ല എന്ന് പറയാൻ പറ്റില്ല. തരംഗവും വിജയനുണ്ട്, രണ്ടാളത് എന്ന് പറഞ്ഞാൽ വമ്പിച്ച ഒരു 85 സീറ്റിന് മുകളിൽ 100 സീറ്റൊക്കെ വരെ കിട്ടുന്ന ഒരു വലിയ തരംഗമാണ്. അതുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നക്കാനൊക്കെ രണ്ടുകൂട്ടർക്കും സാധ്യത ഉണ്ടല്ലോ. അതുപോലുള്ളൊരു മണ്ഡലമാണ് നിയമത്തൊക്കെ എങ്ങനെയാണ്, ഏത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? നിയമത്തെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. അവിടെ കഴിഞ്ഞ വർഷം നമ്മൾ ശിവൻകുട്ടി മിനിസ്റ്റർക്ക് വോട്ട് ചെയ്തിരുന്നു. കാരണം അവിടെ തൊട്ടടുത്ത് അദ്ദേഹമാണ് വരുന്നത്. ആ നിലപാട് ഇപ്രാവശ്യം അങ്ങനെ തന്നെ തുടർന്നിട്ടുള്ളത്.